ശ്രീ കെ പ്രേംകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഏറ്റവും മാതൃകാപരമായി വിതരണം ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. 1980 നായനാർ ഗവൺമെൻറ്റാണ് രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉൾപ്പെടെ എടുത്തത്. കഴിഞ്ഞ 10 വർഷം 90,000 കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ വിതരണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിച്ചത്. എന്നാൽ UDF ഭരണത്തിൽ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അധികാര ദുർവിനിയോഗം എല്ലാ സീമകളും ലംഘിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള സർക്കാർ നടപടികൾ മറികടന്ന് സംസ്ഥാനത്ത് പലയിടത്തും ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് പകരം സുതാര്യമായ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ പഞ്ചായത്തിൽ പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ നേതൃത്വവും ചേർന്ന് നിയമവിരുദ്ധമായി 2026 ജൂൺ 2 രാത്രി 8:30 വരെ പ്രായമായവരും അവശരായവരും ഉൾപ്പെടെയുള്ളവരെ ആഫീസിലേക്ക് വിളിച്ചു വരുത്തി, വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുണഭോക്താക്കൾക്ക് വീടുകളിൽ പോയി പെൻഷൻ നൽകി രസീത് വാങ്ങണമെന്നതാണ് ചട്ടം. എന്നാൽ അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയാഞ്ഞിട്ടല്ല. ഭരണമാറ്റം ഇങ്ങനെയാണോ സാർ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ബോധ്യമാകേണ്ടത്? ഇങ്ങനെയാണോ ഈ ഭരണമാറ്റത്തിൻ്റെ ആ നവയുഗ പിറവിയിലേക്ക് പോകേണ്ടത്? വാർദ്ധക്യ സഹജമായ അവശതകളാൽ യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക്, കിടപ്പ് രോഗികൾക്ക് ആശ്വാസം എന്ന നിലയിലാണ് അവർക്ക് പെൻഷൻ വാതിൽപ്പടി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാർ നടപ്പിലാക്കിയത്. ഇതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രീതി മറ്റുള്ളവരും തുടർന്നാൽ വലിയ തോതിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അധികാര ദുർവിനിയോഗത്തിനുമാണ് അത് ഇടവരിക. കഴിഞ്ഞ സർക്കാർ നടപടികൾ കാറ്റിൽ പറത്തി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് അടിയന്തരമായി പരിശോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. പുൽപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു ജീവനക്കാരൻ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ വിതരണമെന്ന് കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് പെൻഷൻ വിതരണം നടത്തുന്ന വിവരം വാട്സപ്പ് മുഖേന ഗുണഭോക്താക്കളെ അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ലീഗിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിനെയാണ് പെൻഷൻ വിതരണത്തിന് സ്വാഭാവികമായും അവർ നിശ്ചയിച്ചത്. അവിടെയുള്ള ലീഗിന്റെ സജീവ പ്രവർത്തകരായ ബാങ്ക് ജീവനക്കാരും പ്രാദേശിക നേതാക്കളും UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വാർദ്ധക്യ സഹജമായവരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ക്യൂ നിർത്തി പെൻഷൻ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. 15/8/2016 ക്ഷേമ പെൻഷൻ വിതരണം വീടുകളിൽ നൽകുന്നതിന് ധനകാര്യ വകുപ്പ് ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിന്റെ GO/MS നമ്പർ 324/2026 15/8/2016 ഇറക്കിയ ഉത്തരവിന്റെ നഗ്നമായ പരസ്യമായ ലംഘനമാണ് പുൽപ്പറ്റയിൽ നടന്നത്. 2016 വരെ ട്രഷറിയിൽ പോയി പെൻഷൻ വാങ്ങാൻ ക്യൂ നിന്ന് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനാണ് വാതിൽപ്പടി സേവനം കൊണ്ടുവന്നത്. ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്നതായിരുന്നു LDFന്റെ സമീപനം. അധികാരം ലഭിച്ച ഹുങ്കിൽ പണ്ട് ട്രഷറിയിൽ ക്യൂ നിന്നവരെ പെൻഷൻ വാങ്ങാൻ പാർട്ടി ഓഫീസുകളിൽ ക്യൂ നിർത്തുന്ന അവസ്ഥയിലേക്ക് UDF മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ ഖജനാവിലെ പണം ഈ നിലയിൽ ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥർ, സഹകരണ ബാങ്ക് ജീവനക്കാർ എന്നിവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശ്രീ പ്രേംകുമാർ പറഞ്ഞ ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് വന്നിട്ടുള്ള അഴിമതി ആക്ഷേപങ്ങൾ രേഖയിൽ കാണുന്നതല്ല. മന്ത്രി സർ, പുൽപ്പറ്റ ഇല്ല, അഴിമതി ആക്ഷേപം പറ്റില്ല. നമ്മുടെ ചട്ടം അനുസരിച്ച് പോകണ്ടേ? ചട്ടം അനുസരിച്ച് അഴിമതി ആക്ഷേപങ്ങൾ ഇല്ല, അതിനകത്ത് തർക്കിക്കരുത്. സീനിയർ മെമ്പേഴ്സ് അതിനകത്ത് തർക്കിക്കാൻ നിൽക്കരുത്. ചട്ടം അനുസരിച്ച് നമുക്ക് പോകണ്ടേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്. സർ, ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ബഹുമാനായ സ്പീക്കറാണ് ഞങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കേണ്ടത്. ഇവിടെ ഉന്നയിച്ച പ്രശ്നം സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അത് ഒരു ഓഫീസിൽ കൊണ്ടുപോയി, ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി
വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി വാട്സപ്പ് മെസ്സേജ് അയച്ച കാര്യവും ഇവിടെ പറയുകയുണ്ടായി. സർ, ഇതൊക്കെ ക്രമവിരുദ്ധമായ നടപടിയാണല്ലോ. അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ? അങ്ങനെയായാലല്ലേ ഭാവിയിൽ ക്രമവിരുദ്ധമായ നടപടികൾ ഒഴിവാക്കാൻ പറ്റൂ. അതിന് സംരക്ഷണം നൽകിയല്ലേ അങ്ങ് വേണ്ടത് എന്നതാണ് എനിക്ക് അങ്ങയെ ഓർമ്മിപ്പിക്കാനുള്ളത്. അങ്ങയുടെ ഉപദേശത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ അഴിമതി ആക്ഷേപമായിട്ട് വന്നിട്ടുള്ളത് ശ്രദ്ധ ക്ഷണിക്കലിലല്ല, അല്ലാതെ ഒത്തിരി സാധ്യതകൾ നമുക്ക് ഉണ്ട്, നിയമസഭയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ഈ ഹൗസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പറയാം. പക്ഷേ ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് ഈ പരിധിക്കപ്പുറത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിനോട് എല്ലാ ബഹുമാനവും ഞാൻ ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് വന്നിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. അത് നമ്മളുടെ പൊതു ചർച്ച വരുന്ന സമയത്ത് ആകുകയും ചെയ്യാം. സർ, പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പഴയ വാർഡുകളായ 9-ാം വാർഡ്, അതുപോലെ തന്നെ 10-ാം വാർഡ്, ഷാപ്പിംഗ് 1 എന്നിവിടങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയതായി പഞ്ചായത്ത് ഓഫീസിൽ ഗുണഭോക്താക്കളോ പൊതുജനങ്ങളോ പരാതി സമർപ്പിച്ചിട്ടില്ല. ആയതിൻ്റെ വസ്തുത മനസ്സിലാക്കുന്നതിനായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും വിവരങ്ങൾ അന്വേഷിച്ചതിൽ മേൽപ്പറഞ്ഞ വാർഡുകളിലെ ക്ഷേമ പെൻഷൻ വിതരണം പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് മുഖേനയാണ് നടപ്പാക്കുന്നതെന്നും പെൻഷൻ വിതരണ ചുമതലയുള്ള ജീവനക്കാരന് പനി ബാധിച്ചതിനാൽ വീടുകളിൽ കയറി പെൻഷൻ വിതരണം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും അറിയാൻ സാധിച്ചു. ഇതിനെ തുടർന്ന് ഗുണഭോക്താക്കളുടെ അഭിപ്രായ പ്രകാരം അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മുൻവശത്ത് വെച്ച് പെൻഷൻ വിതരണം ആരംഭിക്കുകയും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഗുണഭോക്താക്കളുടെ ആവശ്യാർത്ഥം പിന്നീട് സമീപത്തെ മുറിയിലേക്ക് മാറ്റുകയാണ് എന്നും അറിയുന്നു. പ്രസ്തുത മുറി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDF കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നും അറിയുന്നു. മുൻവശത്തെ ബോർഡ് നീക്കം ചെയ്യാതിരുന്നതിനാലാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും അറിയാൻ സാധിച്ചു. ഇപ്രകാരം പെൻഷൻ വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പെൻഷൻ വിതരണം നടത്തിയ പ്രസ്തുത ജീവനക്കാരനെ പെൻഷൻ വിതരണ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായും ചുമതല മറ്റു ജീവനക്കാർക്ക് വീതിച്ച് നൽകിയതായും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നിരിക്കലും ആയത് ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോദ്യം. സർ, സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നടന്നു എന്ന് കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുമോ? കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഈ ക്രമക്കേട് നടന്നത് എന്നതുകൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവർക്കെതിരായി കൂടി നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ഇത് ശരിയായ നടപടിയല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. ഈ തരത്തിലല്ല നടക്കേണ്ടത് എന്ന ബോധ്യം സർക്കാരിനുള്ളതുകൊണ്ടും അത് നടത്താൻ ഇനിമേൽ അനുവദിക്കുന്നതല്ല എന്നതുകൊണ്ടാണ് സൂചന നടപടികൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായും ഇത് ഇനിയുള്ള കാലങ്ങളിൽ പരിശോധിക്കുക തന്നെ ചെയ്യും.